പത്തനാപുരം കല്ലുംകടവ് തോട് മാലിന്യവാഹിയായിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നതെന്തിന്? കല്ലുംകടവിലെ മൊത്ത മത്സ്യവ്യാപാര കേന്ദ്രത്തോട് ചേർന്ന് തോട്ടിലേക്ക് വ്യാപകമായി മാലിന്യം തള്ളുന്നതിൽ പഞ്ചായത്ത് അധികൃതർക്കും പങ്കെന്നാണ് സൂചന. പഞ്ചായത്തിലെ മിനി MCFകളിൽ നിന്നും ശേഖരിക്കുന്ന അസംസ്കൃത മാലിന്യവും ചാക്കുകളിലാക്കി തോട്ടിൽ തള്ളുന്നതായ വിവരവും ഇതിനകം ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ലഭിക്കുമെന്നിരിക്കെ അധികൃതർ ഇരുട്ടിൽ തപ്പുന്നത് ആരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്? മത്സ്യ മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്നും മീൻ നിറച്ചെത്തുന്ന തെർമോക്കോൾ പെട്ടികളും തോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കല്ലുംകടവിന് തൊട്ടു താഴെയായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് അധികൃതർ എന്തുകൊണ്ടാണ് കല്ലുംകടവ് ഭാഗത്ത് തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? മീൻ ബോക്സുകൾ ഉയരത്തിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്നതിനാൽ മാലിന്യം തട്ടുന്നതിന് ഏവർക്കും സൗകര്യമൊരുക്കിയിട്ടുമുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ ഒത്താശയോടെയാണ് ഇവിടെ മാലിന്യം വ്യാപകമായി തട്ടുന്നതെന്നാണ് പരാതി. ഇവിടെ ഉണ്ടായിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇല്ലാതാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലുംകടവിൽ മത്സ്യമൊത്ത വിതരണ കേന്ദ്രത്തിന് അനുമതി നൽകിയത്. ഇതോടെയാണ് പത്തനാപുരം ടൗണിനോട് ചേർന്നുള്ള മത്സ്യവ്യാപാര കേന്ദ്രം തകർന്നടിഞ്ഞതും. കല്ലുംകടവ് തോട്ടിൽ വ്യാപകമായി മാലിന്യം തള്ളുന്ന നടപടിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി വിവിധ തലങ്ങളിൽ പരാതി നൽകുവാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.